അദ്ദേഹം ഇത് ഒരു ആദ്യം പറഞ്ഞ എന്താണ്, ആദ്യത്തേത് 3 വർഷം പൂർത്തിയാക്കി. 3 വർഷം പൂർത്തിയായ സ്ഥിതിക്ക് അവരെ സ്ഥലം മാറ്റി എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. തുരപ്പം പണി കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ളത്. അതായത് ഇത് ഒരു രാഷ്ട്രീയ തീരുമാനം എന്ന നിലയ്ക്കാണ് അത് നടപ്പായത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം എന്താ, 15 ദിവസം എന്നുള്ളത് തെറ്റായ ഒരാരോപണം അവർക്ക് മേലെ അടിച്ചേൽപ്പിച്ചിട്ട് അത് രേഖയാക്കാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളത് അത് ചെറിയ കാര്യമാണോ? ഒരു നുണ രേഖയാക്കി അവതരിപ്പിക്കാനുള്ള ധൈര്യം കാണിച്ചു. അതുകൊണ്ടാണല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് എന്നുള്ള കാര്യം കൂടി അവരെടുത്ത് പറഞ്ഞ് സർക്കാരിൻ്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് അവരെ വീണ്ടും പുനഃസ്ഥാപിച്ചത് ആ സ്ഥാനത്ത്. അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്, കോടതിയിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ കോടതിയിൽ ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. കോടതിയിൽ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? അവർക്ക് സൗകര്യപ്രദമായ, അവർക്ക് സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് മാറ്റിയത്. എന്താണ് ഇവിടെ പുറത്ത് മൈക്കിന് മുന്നിൽ വെല്ലുവിളിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച എന്തോ ഭീകരമായി കാര്യങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. കോടതിയിൽ പറയണ്ടേ ഇവർ തുരപ്പൻ പണി കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പുറത്താക്കിയെന്ന് എഴുതി കൊടുക്കണ്ടേ? കോടതിയെ കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ശബരിമല എഴുതി കൊടുത്തിട്ടില്ല, തുരപ്പം പണി കാണിച്ച കാര്യം എഴുതി കൊടുത്തിട്ടില്ല, ഈ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ആകെപ്പാടെ ഉള്ള പ്രശ്നം എന്താണ്? ഇല്ല, സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് 3 വർഷം കഴിഞ്ഞ സ്ഥിതിക്ക് തലം മാറ്റി എന്നൊക്കെ പറഞ്ഞ് തടി ഊരാനുള്ള നാണം കെട്ട ശ്രമം ഈ ഘട്ടത്തിൽ നടത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക്, അതായത് സനീഷെ, ഈ മാസം ആരംഭിച്ചതിന് ശേഷം 24 പേരിൽ കൂടുതൽ ഈ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ ബാധിച്ച് മരിച്ചിട്ടുണ്ട്. ഇത് ചെറിയ കാര്യമാണോ? ഈ മാസം ഈ ജൂൺ മാസത്തിൽ ഇതുവരെ അത്രയും ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം വർദ്ധിക്കുകയാണ്. ഷിഗല്ലയുടെ കാര്യത്തിലായാലും ഇനിയും മഴ കൂടുതൽ ശക്തമാകാനിരിക്കുന്നു. ഈ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടുത്തെ മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടികളൊന്നും കാര്യക്ഷമമായി നടത്താൻ കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് കാരണമെന്ന്. അപ്പോൾ കൂടുതൽ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ഈ മന്ത്രി ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഇങ്ങനെയൊരു നടപടി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അതുമാത്രമല്ല, ഇവർ 30 വർഷത്തെ സർവീസുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. അവർ ഇച്ചിരി താൻപോരിമയും തൻ്റെ ഇടവും ഒക്കെ ഉള്ളവരായിരിക്കും. ചിലപ്പം ഉദ്യോഗസ്ഥരുമായിട്ടും അല്ല ഗവൺമെൻറ്റുമായിട്ടൊക്കെ ചില തർക്കങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ടാവാം. ഇതൊക്കെ ഓക്കെ. പക്ഷേ ഗുരുതരമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് ഈ സംസ്ഥാനത്തെ മുന്നോട്ട് ചലിപ്പിക്കാനുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തിയ പരിചയസമ്പന്നയായ ഒരു ഉദ്യോഗസ്ഥയെ ഏറ്റവും നിർണായകമായ ഒരു സമയത്ത് സ്ഥലം മാറ്റണമെങ്കിൽ ചില്ലറ വിവരക്കേടൊന്നും പോരാ. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിന് ഉത്തരവാദിത്വം കെ മുരളീധരനുണ്ട്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അതിന് ഈ തഗ് ഡയലോഗ് അടിച്ച് രക്ഷപ്പെട്ട് കളയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ആ തഗ് പണിയാണ് ഉത്തരവിലും കാണിച്ചു വെച്ചത്. ഈ 15 ദിവസത്തേക്ക് അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എനിക്ക് വയറിളക്കം ആയതുകൊണ്ടാണ് 2 ദിവസത്തെ അവധി വേണമെന്ന് പറഞ്ഞത്. ആ 2 ദിവസത്തെ അവധി ഉണ്ടായാൽ, അവധിയിൽ പ്രവേശിച്ചാലും ഞാൻ ഈ മീറ്റിങ്ങുകളിലെല്ലാം ഓൺലൈനായി പങ്കെടുത്തോളാമെന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തിട്ട് പോലും അത് സമ്മതിക്കാതെ 15 ദിവസത്തേക്ക് അവധിക്ക് അപേക്ഷിച്ചു. എന്നിട്ട് ഈ ഗുരുതരമായ സാഹചര്യം ഉള്ളപ്പോൾ അവരങ്ങനെ അവധിയിൽ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് മാറ്റി എന്നാണ് പറയുന്നത്. അടുത്ത 2027 ഏപ്രിൽ വരെ സർവീസുള്ള ഉദ്യോഗസ്ഥയാണ് അവർ. ഈ മഴക്കാലം കടത്തിവിടും അവരുടെ നേതൃത്വത്തിൽ തന്നെ കടത്തിവിടാൻ പറ്റും. അതല്ലെങ്കിൽ തന്നെ ഇനി അവർക്ക് രാഷ്ട്രീയമായ തീരുമാനമെടുത്ത് ഇവരെ സ്ഥലം മാറ്റണമെങ്കിൽ കുറച്ചുകൂടി അവധാനതയാകാമല്ലോ. ഏത് സമയത്താണ് മാറ്റേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധം വേണ്ടേ? ഈ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന പല വകുപ്പുകളിലും ഉദ്യോഗസ്ഥരെ ഇനിയും സ്ഥലം മാറ്റാനുണ്ട്. കാരണം എന്താ, ഈ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ കൊണ്ട് സ്ഥലം മാറ്റാൻ ധാരാളം പേരെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ പല വകുപ്പുകളിലും ഇതുപോലെ മണ്ടത്തരം കാണിക്കുക മന്ത്രിമാർ. അവരെന്താ വെച്ചാൽ ഈ ഓരോ സാഹചര്യങ്ങളൊക്കെ പഠിച്ച് പതുക്കെ അവധാനതയോടെ സ്ഥലം മാറ്റാനിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും ഗൗരവമുള്ള വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ വകുപ്പിന് കൈകാര്യം ചെയ്യേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു കാലത്ത് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഈ ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊന്നും നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താണ് മണ്ടത്തരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല.